തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ ആളുകളും ശക്തിയോടെ ആമേൻ. ആരുമേനിക്കില്ലെന്നു ഞാൻ തീർന്നുവെന്നോ, ആരുമേനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തെ ആടിപ്പൂണ്ട് കേടിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. മഹേശ കരുണ പൊന്നുദാട നീയെനിക്കായി, മഹേശ കരുണേശ പൊന്നുദാട നീയെനിക്കായി വേണ്ടതെല്ലാം. ആമേൻ ആമേൻ. അഗ്നി 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 അഭിഷേക അഗ്നി ഓരോ ആളുകളിലും കൈകൾ ഉയരട്ടെ. നാമെടുത്ത് വാഴ്ത്തുക, നാമെടുത്ത് വാഴ്ത്തുക, നാമെടുത്ത് വാഴ്ത്തുക. ഇസ്രായേലിൻ സ്തുതിയിൻ മധ്യയിൽ വാസം ചെയ്യുന്ന ദൈവം വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ആമേൻ ആമേൻ. നന്ദി നന്ദി, അങ്ങേക്ക് നന്ദി യേശുവേ, നന്ദി നന്ദി നന്ദി. ദൈവം സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്ന യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇരിക്കാം. ഐസയ 40:29. ഐസയ പ്രവചനം 40-ാം അധ്യായം 29-ാം വചനം. ഐസയ 40:29. ദൈവം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു. ഹല്ലേലൂയ. ബലം ഇല്ലാത്തവന് ദൈവം ബലം വർദ്ധിപ്പിക്കുന്നു. God giveth power to the faint, and to them that have no might God increaseth strength. சோர்ந்து போகிறவனுக்கு தேவன் பலன் கொடுத்து, சத்துவம் இல்லாதவனுக்கு
தேவன் சத்துவத்தை பெருக பண்ணுகிறார். ക്ഷീണിച്ചിരിക്കുന്നവന് ക്ഷീണിതന് ശക്തി, ബലഹീനന് ബലം. ക്ഷീണിതന് ദൈവം ശക്തി നൽകുന്നു, ബലഹീനന് ദൈവം ബലം നൽകുന്നു. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. നാം ആരാധിക്കുന്ന ദൈവം ഒരു മനുഷ്യനാലും നിർമ്മിക്കപ്പെട്ടവനല്ല, പക്ഷെ എല്ലാ മനുഷ്യരെയും നിർമ്മിച്ചവനാണ്. നാം കാണുന്നത്, നാം തൊടുന്നത്, നാം ചലിപ്പിക്കുന്നത് എല്ലാം കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്ന ഈ ദൈവം മുഖാന്തരമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഈവൻ സൃഷ്ടിതാവ് God is creator. God is creator. സർവത്തെയും നിർമ്മിച്ചവൻ എൻ്റെ ദൈവം. നിർമ്മിച്ചത് മാത്രമല്ല, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 1-3 തൻ്റെ ശക്തിയുള്ള വചനത്താൽ നിർമ്മിച്ച സർവത്തെയും താങ്ങുന്ന ദൈവം. പോരാ, God, the creator, the Bible says he upholdeth everything by the word of his power. താൻ നിർമ്മിച്ച സർവത്തെയും തൻ്റെ ശക്തിയുള്ള ബലമുള്ള വചനത്താൽ സദാ നിത്യമായി വഹിക്കുന്ന പൊന്നു തമ്പുരാൻ നമ്മുടെ ദൈവം. ഐസയ്യാ പ്രവാചകൻ എഴുതുന്ന ഒരു ഭയങ്കര വചനമുണ്ട്. ഈ ഭൂമിയിലുള്ള സർവ വെള്ളത്തെയും തൻ്റെ ഉള്ളംകൈയിൽ വഹിക്കുന്ന ദൈവം. സന്തോഷമില്ലേ? ഐശയ്യാ 40:12 ഭൂമിയിലെ 2/3 സമുദ്രം അല്ലെങ്കിൽ വെള്ളമാണ്. ഈ 3/2 ഭൂമിയിലെ ഉള്ള വെള്ളത്തെ തമ്പുരാൻ തൻ്റെ ഒരു കൈയുടെ ഉള്ളംകൈയിൽ അളക്കുന്നവൻ. അത്ര ഭയങ്കരൻ. 5 വൻകരകളിലും നിവർന്നു നിൽക്കുന്ന സകല കുന്നുകളെയും ദൈവം തൻ്റെ ഒറ്റ ത്രാസിൽ തൂക്കി നോക്കുന്നവൻ. ഐശയ്യാ 40:12. അതാണ് പഞ്ചഗ്രന്ഥം 5 പുസ്തകങ്ങളെയും ദൈവശബ്ദം കേട്ട് എഴുതിയ കർത്താവിൻ്റെ കൺമണി പ്രവാചകൻ മോശെ എഴുതി തീർക്കുന്ന ആവർത്തന പുസ്തകം വന്നപ്പോൾ ദൈവത്തിനൊരു പേര് കൊടുക്കുന്നു. ഈ ദൈവം സാധാരണ ആളല്ല, ഭയങ്കരൻ. ആവർത്തനം 7:21. ഈ ദൈവം ഭയങ്കരൻ. തൻ്റെ ഉള്ളംകൈയിൽ സകല വെള്ളത്തെയും അളക്കുന്നവൻ. തൻ്റെ ഒറ്റ ത്രാസിൽ 5 വൻകരകളിൽ ഉയർന്നു നിൽക്കുന്ന സകല കുന്നുകളെയും തൂക്കി നോക്കുന്നവൻ. തിമോത്തിയുസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഈ ദൈവത്തെക്കുറിച്ച് ഒരു വാചകം അതിൽ തമിഴ് മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തമിഴ് വചനത്തിൽ നിത്യാനന്ദമുള്ള ഏക ചക്രാധിപതി ദേവൻ,
നിത്യാനന്ദമുള്ള ഏക ചക്രാധിപതി. 1 തിമോത്തിയോസ് 6:15 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ധന്യനായ ഏകാധിപതി. ഇവന് ആരുടെയും സപ്പോർട്ട് വേണ്ട. ഏകാധിപതി, പൊട്ടൻറ്റേറ്റ്, the only potentate God. 1 തിമോത്തിയോസ് 6:15 നിത്യാനന്ദമുള്ള ഏക ചക്രാധിപതിയാം ദൈവം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സർവശക്തൻ ഇവൻ. ലൂക്കോസ് 1:37 ഉൽപ്പത്തി പുസ്തകം 18:14 ജെരമ്യ 32:17 27 വചനങ്ങളിൽ എൻ്റെ ദൈവത്താൽ കഴിയാത്തത് ഒന്നും തന്നെയില്ല. ദ്രോഹമാണോ, ക്ഷീണമാണോ, ഏകാന്തതയാണോ, ആത്മഹത്യ ചിന്തയാണോ, വീടില്ലയോ, നീ ഒരു പരദേശിയാണോ, നീ ഒരു അനാഥനാണോ, ദൈവമുണ്ടെങ്കിൽ നിനക്ക് എല്ലാം ഉണ്ട്. ആമേൻ. ഈ ദൈവത്തെ സ്വന്തമാക്കിക്കൊള്ളുക. അവൻ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ബലഹീനനെ ആദരിക്കുന്ന ദൈവം. അഗ്രി ദാറ്റ് യു ആർ വീക്ക്. അഗ്രി. ഞാൻ ഒരു ബലഹീനൻ, ഞാൻ ഒന്നുമില്ലാത്തവൻ. സമ്മതിക്ക. അവൻ്റെ കാൽ പിടിച്ചുകൊള്ളുക. സങ്കീർത്തനം 72:13 നമ്മ പഠിപ്പിക്കുന്ന ബലഹീനനെ ആദരിക്കുന്ന ദൈവം. സങ്കീർത്തനം 82:3 നമ്മ പഠിപ്പിക്കുന്ന ബലഹീനന് ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവം. 1 ദശലോനിക്കർ 5:14 നമ്മ പഠിപ്പിക്കുന്ന ബലഹീനനെ താങ്ങുന്ന ദൈവം. ആമേൻ. ചുരുക്കത്തിൽ ദൈവജനമേ, ക്ഷീണിതന് ശക്തി നൽകുന്നവൻ, ബലഹീനന് ബലം നൽകുന്ന നല്ല ദൈവം. ബൈബിളിൽ 1 സാമുവേൽ 30 ആദ്യ 6 വചനങ്ങളിൽ, പിന്നെ 8 18 അവിടെ നിന്ന് ഒരു മനുഷ്യൻ നിലവിളിച്ച് കരയുന്ന പേര് ദാവീദ്. കരഞ്ഞത് ഒരു സ്ത്രീയല്ല, കരഞ്ഞത് ഒരു കൊച്ചുകുട്ടിയല്ല, കരഞ്ഞത് ഒരു കിങ് ഡേവിഡ്, ഒരു രാജാവ് കരയുന്ന. അരൺമന ഭസ്മമായി, ഭാര്യ ശത്രുക്കൾ കടത്തിക്കൊണ്ടുപോയി, പുത്രന്മാരെയും കാണാനില്ല. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കൂടെ നിന്ന് 600 ആളുകൾ കല്ലെടുത്ത് എറിയുവാൻ ശ്രമിച്ചു. തനിയനായി, ഏകനായി ദാവീദിൻ്റെ അവസ്ഥ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന. ദാവീദോ വലിയ കഷ്ടത്തിലായി. 1 സാമുവേൽ 30:4 ദാവീദ് കരയുവാൻ ബലൻ ഇല്ലാത്തത് ആകുവോളം അവൻ കരഞ്ഞ്. ആമേൻ. കരയുവാനുള്ള ബലം പോലും ദാവീദിന് നഷ്ടപ്പെട്ട്. He lost the strength even to weep. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, he strengthened himself in the Lord. 6 വചനം. അങ്ങനെ ബലം ഇല്ലാത്ത ഒരുവൻ. സാലമൻ പ്രസംഗി 7:14 ഒരു മനോഹരമായ വചനം നമുക്ക് എഴുതി വച്ചിട്ടുണ്ട്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുഖകാലമുണ്ട്, അനർത്ഥകാലമുണ്ട്. There are days of adversity and there are days of prosperity.
അനർത്ഥമാണോ, കഷ്ടമാണോ? പ്രസംഗി 7:14 നമ്മ പഠിപ്പിക്കുന്നത് ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ കൺസിഡർ. ആർ യു ഇൻ സ്ട്രഗിൾ? ആർ യു ഇൻ ബിറ്റർനെസ്? കയ്പാണോ, കഷ്ടമാണോ, അനർത്ഥമാണോ? ദ ബൈബിൾ സേസ് കൺസിഡർ. ഓർത്തുകൊള്ളുക, സ്വർഗത്തിൽ ഉയരത്തിൽ ഒരുവൻ ഉണ്ട് എന്ന് ഓർത്തുകൊള്ളുക. അവനെ മറക്കരുത്. ബലം ഇല്ലാത്തതാകുവോളം കരഞ്ഞിട്ട് ദാവീദ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ ദൈവത്തിൽ ബലപ്പെട്ട്. He strengthened himself in the Lord. അതേ ദൈവം ഇന്ന് നിന്റെ മുമ്പിലുണ്ട്. അവൻ മരിച്ചിട്ടില്ല, നിന്റെ മുമ്പിലുണ്ട്. ന്യായാധിപന്മാർ പുസ്തകം 11 അധ്യായം ആദ്യ 3 വരികളിൽ പിന്നെ 11 വചനത്തിൽ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യിഫ്താഖ് എന്നുള്ള ഒരു മനുഷ്യൻ സ്വന്തം സഹോദരന്മാർ അപ്പൻ്റെ വീട് വിട്ട് അടിച്ചു പുറത്താക്കി. നിനക്ക് ഇവിടെ അവകാശമില്ല, നീ ഒരു വേശ്യയുടെ മകൻ. സ്വന്തം അപ്പൻ്റെ വീട് വിട്ട് യിഫ്താഖ് പുറത്താക്കപ്പെട്ട് അവൻ ദോബ് എന്നുള്ള പട്ടണത്തിൽ പോയി നിസ്സാരന്മാരോട് അവൻ അലഞ്ഞ് കരഞ്ഞ് ഒന്നുമില്ലാത്തവനെ പോലെ ഒരു പരദേശിയെ പോലെ നടന്നപ്പോൾ മഹാബലവാനായ ദൈവം അവനെ കണ്ട് ആർ ഇവനെ അടിച്ചു പുറത്താക്കിയോ അവരുടെ തലവനായി സേനാധിപതിയായി യിഫ്താഖിനെ ദൈവം ഉയർത്തി. ബലഹീനന് ബലം, ക്ഷീണിതന് ശക്തി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 19 അധ്യായം 4 വചനത്തിൽ ഒരു നാൾ യാത്ര കാട്ടിൽ സഞ്ചരിച്ച പ്രവാചകൻ എലൈജ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവൻ മരിപ്പാൻ ഇച്ഛിച്ച് ജീവിച്ചത് മതി. God's great prophet Elijah contemplated suicide. അവൻ മരിപ്പാൻ ഇച്ഛിച്ച് ഇനി എനിക്ക് ജീവിക്കേണ്ട, ബലഹീനൻ ബലഹീനൻ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് അവനെ തൊട്ടി ഉണർത്തി അവന് പകരം ഒരു പ്രവാചകനെ അഭിഷേകിക്കുവാൻ, ആഗാബിന് പകരം ഒരു പുതിയ രാജാവിനെ അഭിഷേകിക്കുവാൻ പുതിയ കർത്തവ്യം എലൈജ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 2 രാജാക്കന്മാർ 2 അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥം ഇറങ്ങി വന്ന് അവൻ മരണം കണ്ടില്ല. ഇന്ന് വരെ എലൈജ മരണം കണ്ടിട്ടില്ല. അവനെ ജീവനോട് സ്വർഗത്തിൽ കൊണ്ടുപോയി. ബലഹീനന് ബലം, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന നല്ല ദൈവം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സംഖ്യ 11:11 മോശെ നിലവിളിക്കുന്ന ഞാൻ ഏകൻ, have I given birth all these 600,000 Israelites? ഞാനാണോ ഈ 6 ലക്ഷം പേരെ പ്രസവിച്ചത്? ഞാൻ ഏകൻ. ഈ സർവജനത്തിൻ്റെയും ഭാരം എൻ്റെ തോൾമേൽ. അവിടെയും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുന്ന എന്നെ കൊന്നു കളയണമേ, എന്നെ കൊന്നു കളയണമേ. സംഖ്യ 11:14
ക്ഷീണിക്കുന്നവന് ശക്തിയും ബലഹീനന് ബലവും നൽകുന്ന ദൈവം. മോശേ, നീ അറിയുന്ന 70 ആളുകളെ തിരഞ്ഞെടുത്തുകൊള്ളുക, അവർ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തിന് വിരോധമായി അതിക്രമം ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം 7 ആണ്ടുകൾ ഇസ്രായേൽ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അത് മുഖാന്തരം അവർ ക്ഷയിച്ചു. ന്യായാധിപ പുസ്തകം 6-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവർ ക്ഷയിച്ചു. they impoverished. ഇസ്രായേൽ പീപ്പിൾ impoverished. ഗിദിയോ നിലവിളിക്കുന്ന, എന്തിന് ഈ ഗതി, ഞങ്ങൾക്ക് എന്തിന് ഈ ഗതി? അവൻ ദൈവസന്നിധിയിൽ കരയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് അറിയിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഒക്കെയും ഇന്ന് എവിടെ? ആമേൻ. He cried, where are his miracles? Where are his miracles today? ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ മഹാഭയങ്കരത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെയും ഇന്ന് എവിടെ? God spoke to him. ആ ബലഹീനനോട് ദൈവം സംസാരിക്കുന്ന, പോക, നിനക്ക് ഉള്ള ബലത്തോട് നീ പോക. ബലഹീനന് ബലം നൽകുന്ന ദൈവം. ആമേൻ. നീ ഒന്ന് മാത്രം ചെയ്യണം, കല്ലുപോലെ ഇരിക്കരുത്, കരയണം, കരയണം. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, എസ്രാ ശാസ്ത്രി ദൈവത്തിൻ്റെ ന്യായപ്രമാണം എടുത്ത് വായിച്ചപ്പോൾ ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്ന് നിലവിളിച്ച് എസ്രാ ശാസ്ത്രി ഓരോ വചനവും വായിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ കേട്ട ജനം ഉള്ളു തുറന്ന് കരഞ്ഞ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നെഗേമ്യ 8:9. നമ്മുടെ ഉള്ളുകൾ ഇന്ന് തുറക്കപ്പെടുന്ന ദിവസമാണ്. അതാണ് അത്ഭുതം, അതാണ് അത്ഭുതം. ആമേൻ. മഹാബലവാൻ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 20:7, ഐസ 41:8, യാക്കോബ് ലേഖനം 2:23 3 പ്രാവശ്യം വീണ്ടും വീണ്ടും ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ഇവൻ എൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കുന്ന ആബ്രഹാമിനെ കുറിച്ച് പൗലപ്പോസ്തലൻ റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-20 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവൻ ബലഹീനൻ, ഇവന്റെ ശരീരം നിർജീവം, വയസ്സ് 100, മക്കളില്ല, മലടൻ, ഇവന്റെ നാടി നരമ്പുകൾ നിർജീവം, ഒരു കുഞ്ഞിനെ താങ്ങി പ്രസവിപ്പാൻ ഭാര്യ സാറയ്ക്ക് വയസ്സ് ഇന്ന് 90. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അമ്മയുടെ ഗർഭമും നിർജീവം. വീക്ക് ബലഹീനൻ. ആബ്രഹാം ബലഹീനൻ. ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആ ആബ്രഹാം ഇന്ന് അറബ് ജനം, മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്തീയ ജനം ഇന്ന് ഭൂമിയിൽ കാണുന്ന 4/3 ജനസംഖ്യ, അറബ്, മുസ്ലിം, യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, ഈ 4 വർഗത്തിൽപ്പെട്ട ആളുകളും ഭൂമിയിലെ 4/3 പോപ്പുലേഷൻ, ഇവർ എല്ലാവരും ആബ്രഹാമിന്, മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന
ഇബ്രാഹിം ഇബ്രാഹിം ഞങ്ങളുടെ അപ്പൻ, ഞങ്ങളുടെ അപ്പൻ. അറബ് ജനം, മുസ്ലിം ജനം ഇബ്രാഹിം. യഹൂദന്മാർ പറയുന്നു അല്ല അല്ല, ഇത് ആബ്രാം, ഇത് ഞങ്ങളുടെ അപ്പൻ. ക്രിസ്ത്യാനികൾ പറയുന്നു ഇത് ആബ്രഹാം, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാ. മക്കൾ 100 വയസ്സുവരെ മക്കൾ ഇല്ലാതിരുന്ന മലടന് ഭൂമിയിലെ 4/3 ജനസംഖ്യ ഇന്ന് വിളിക്കുന്നത് ഇവൻ ഞങ്ങളുടെ അപ്പനെന്നാണ്. ബലഹീനന് ബലം, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. എന്ത് പ്രശ്നമോ എൻ്റെ ദൈവത്താൽ കഴിയും. ആമേൻ, ആമേൻ. ചില നാളുകൾക്ക് മുമ്പ് മലയങ്കിൽ നിന്ന് ഒരു അമ്മയും മകളും അവിടെ സഹോദരിയും ഇവിടെ പ്രയർ ഹാളിൽ വന്ന് ആ കുട്ടിക്ക് അവരുടെ മകളിന് ഒരു അഡ്മിഷൻ, ഒരു നഴ്സിംഗ് കോഴ്സിൻ്റെ അഡ്മിഷന് വാങ്ങിത്തരാമെന്ന് വാക്തത്വം പറഞ്ഞ് മുൻപിൻ പരിചയമില്ലാത്ത ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് 2-3 ആളുകൾ ഇവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ അപ്പനും അമ്മയും വീട്ടിലില്ല. ഈ കുട്ടി അഡ്മിഷൻ കിട്ടുമല്ലോ എന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെയും മുൻപിൻ പരിചയമേ ഇല്ലാത്ത ആന്ധ്ര നിവാസികളുടെ കയ്യിലെടുത്ത് അവർ സ്ഥലം വിട്ട് മുങ്ങി. പിന്നെ വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പനും അമ്മയും വീട്ടിൽ വന്നപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. വീട് ഒരു മരണത്തിൻ്റെ അവസ്ഥ. അപ്പോഴാണ് ആരോ ഒരാൾ പറഞ്ഞു കൊടുത്ത് നെയ്യാറ്റിൻകര പ്രാർത്ഥനാ കൂട്ടായ്മയെ കുറിച്ച്. അത് ഒരു ഞായറാഴ്ച ദിവസം അമ്മയും മകളും അവരുടെ ആൻറ്റിയും നിലവിളിയോട് ഞാൻ പ്രാർത്ഥിച്ചില്ല. നമുക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഐസയ 65:24 നീ നിലവിളിക്കും മുമ്പ് നിനക്ക് മറുപടി തരുന്ന ദൈവം. ആമേൻ. അവരുടെ പിരിമുറുക്കം, അവരുടെ കയ്പ്, അവരുടെ നിലവിളി, അവർ കൊണ്ടുവന്ന ദുഃഖം, അതുപോലെ അറിയുന്ന ഒരു ജീവനുള്ള ദൈവം സ്വർഗത്തിലുണ്ട്. സുന്ദർ സിംഗ് പ്രാർത്ഥന തുടങ്ങും മുമ്പ് ആന്ധ്രയിൽ ഉണ്ടായിരുന്ന ആ വ്യക്തികളുടെ ഉള്ളിൽ ദൈവം ഭീതിയും ഭയവും വെച്ച് അതേ സെക്കൻഡിൽ ആളുകൾ ഈ കുട്ടിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓടിപ്പോയി കൊറിയർ ചെയ്ത് ഇവിടെ പ്രാർത്ഥിക്കുന്നതേ ഉള്ളു. ആ സെക്കൻഡിൽ ആന്തരികയിൽ ദൈവം പ്രവർത്തിച്ച് ആ കള്ളന്മാരുടെ ഉള്ളിൽ ഭയം കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് ആ സെക്കൻഡിൽ കൊറിയർ ചെയ്ത് ബുധനാഴ്ച ഈ കുട്ടിക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും മടക്കി ലഭിച്ചു. ആമേൻ. ഈ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ആമേൻ. നിന്നെ കൈവഴിയുമോ, നിന്നെ പുറന്തള്ളുമോ, നിന്നെ ഉപേക്ഷിക്കുമോ? അതാണ് കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് എഴുതുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 12:10. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കാരണം ബലം ഇല്ലാത്തവന് ബലം നൽകുന്ന ദൈവം, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. നാം 2 കാര്യങ്ങൾ മാത്രം ആഴമായി ധ്യാനിച്ചു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം. ഒന്ന്, വാർദ്ധക്യത്തിലെ ക്ഷീണം, വാർദ്ധക്യത്തിലെ ക്ഷീണം. 2, ദൈവവേല നിമിത്തം അല്ലെങ്കിൽ നീതി നിമിത്തം ബലഹീനത. ഈ 2 കാര്യങ്ങളിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് ഇറങ്ങി വന്ന് മർമ്മങ്ങൾ വെളിപ്പെടുത്തും.
നമ്മോട് സംസാരിക്കും. നാം ഓരോ ആളുകളെയും കർത്താവ് ഇന്ന് തൊടും. ആമേൻ. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം കൈകൾ ഉയർത്തി കടലിൽ മുങ്ങിപ്പോ. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകെ അഗ്നി മഴ. അഗ്നി മഴ. അഗ്നി മഴ. അഗ്നി മഴ. അഗ്നി മഴ. അഗ്നി മഴ. ഉള്ളുകൾ തുറക്കപ്പെടും. ആമേൻ. കല്ലുപോലെ കല്ലുപോലെ ഉള്ളുമായി എത്തിയിരിക്കുന്ന അനേക സഹോദരങ്ങളിൽ ആത്മാവ് ഇടപെടുന്നു. ആത്മാവ് ഇടപെടുന്നു. വിൽസൺ, വിൽസൺ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഇതുവരെ കണ്ണുനീർ വന്നതേയില്ല. കർത്താവിന്റെ കരം വിൽസനെ തൊടുന്നു. കണ്ണുനീർ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു. ഗോഡ്സ് ടച്ചിങ്, ഗോഡ്സ് ടച്ചിങ്. ഉള്ളുകൾ തുറക്കപ്പെടും. കല്ല് പോലുള്ള ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നു. തുറക്കപ്പെടുന്നതാ, തുറക്കപ്പെടുന്നതാ. മേൽസി, മേൽസി. മക്കളുടെ നന്ദി കെട്ട അവസ്ഥ മുഖാന്തരം ഹൃദയം കല്ല് പിടിച്ചേറ്റിരിക്കുന്ന മേൽസി, നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടുന്നതാ, തുറക്കപ്പെടുന്നതാ. അഗ്നി മഴ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. നോക്കിക്കൊണ്ടിരിക്കരുത്, കാഴ്ചക്കാരായി നിൽക്കരുത്. അഭിഷേക തീ വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു. ആമേൻ, ആമേൻ. ഉയരത്തിലെ ഉടയ തമ്പുരാന്റെ കരം ഓരോ ആളുകളെയും തൊടുന്നത് ഞാൻ കാണുന്നു. ഗോഡ്സ് ടച്ചിങ്, ഗോഡ്സ് ടച്ചിങ്, ഗോഡ്സ് ടച്ചിങ്. സ്പർശിക്കുന്നവൻ, സ്പർശിക്കുന്നവൻ. ആമേൻ. എന്റെ ഇടതുഭാഗത്തിൽ ഒരു യുവതിയുടെ സ്കിൻ അലർജി, തോൽ അലർജി ഇപ്പോൾ മാറുന്നതാ, മാറിയിരിക്കുന്നു, മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ചില പ്രമാണം, ചില ഡോക്യുമെന്റുകൾ ഇനി ഒരു നാളും മടക്കി ലഭിക്കുകയേ ഇല്ല എന്ന് കൈമോശം വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന 4 കുടുംബങ്ങൾ ഈ കൂട്ടായ്മയിൽ ഉണ്ട്. ഈ 4 കുടുംബങ്ങളോടും കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. 4 പേരുടെ ജീവിതത്തിലും തമ്പുരാൻ ഇത് അത്ഭുതം ചെയ്യുന്നു. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഭിഷേക മഴ
ഓരോ ആളുകളിലും ആർപ്പിടുക. ദൈവ പൈതലേ, അടങ്ങി ഇരിക്കരുത്, അടങ്ങി നിൽക്കരുത്. ആർപ്പിടുക, ആർപ്പിടുക, നീ ആർപ്പിടുക. റബ ലഞ്ജന ശകാലകം ധനദബ രന്ധന. നന്ദി, 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 നന്ദി. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കായങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാകളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിന് 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 ജയം ജയം എപ്പോഴും. നമ്പർ 1, സങ്കീർത്തനം 71:9. സങ്കീർത്തനം 71:9. വാർദ്ധക്യ കാലത്ത് ദൈവമേ, നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. ആമേൻ. വാർദ്ധക്യത്തിൽ ക്ഷീണം അല്ലെങ്കിൽ ബലഹീനത. ആദാമിന് ദൈവം അനുവദിച്ച ആയുസ് 930 ആണ്ടുകൾ. 10 തലമുറയ്ക്ക് ശേഷം ജീവിച്ചിരുന്ന നീതിമാൻ നോഹയ്ക്ക് ദൈവം അനുവദിച്ച ആയുസ് 950 ആണ്ടുകൾ. നോഹ അപ്പച്ചന്റെ മകന് മെത്തുസല ദൈവം അനുവദിച്ച ആയുസ് 1,000,000 ആണ്ടുകൾക്ക് വെറും 31 ആണ്ടുകൾ കുറവ്. 969 ആയുസുകൾ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇങ്ങനെ ദീർഘായുസോട് ജീവിച്ച മനുഷ്യന്റെ കയ്യിരിപ്പും ദുഷ്ടതയും വർദ്ധിച്ചപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വചനത്തിൽ God in heaven cuts out the age. ആയുസ്സിനെ വെട്ടി ചുരുക്കി കുറച്ച് വെറും 120 കൊടുത്ത് മനുഷ്യന്റെ ദുഷ്ടത മുഖാന്തരം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മോശയുടെ കാലത്തോ മോശ എഴുതിയ സങ്കീർത്തനം 90-ൽ മോശ എഴുതുന്നു. മോശയുടെ കാലത്ത് അത് വെറും 70-80 മനുഷ്യന്റെ ആയുസ് ചുരുങ്ങി. റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നു, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, അടിയൻ മുഖാന്തരം അസാധാരണ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു എങ്കിലും എൻ്റെ ശരീരത്തിൽ ഒരു മരണനാറ്റം. ആമേൻ. ഞാൻ മരണത്തിന് അധീനൻ. ഓ, ഐ ആം എ wretched man. ഞാൻ ബലഹീനൻ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാം വചനത്തിൽ, അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ മരണ ശരീരത്തിൽ നിന്ന് എന്നെ മോചിക്കുന്നവൻ ആർ?
മരണ ശരീരം. യോബ് അല്പം ആഴമായി യോബുവിൻ പുസ്തകം 14-ാം അധ്യായം 5-ാം വചനത്തിൽ എഴുതുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലംഘിച്ചു കൂടാത്ത ഒരു അതിര് ദൈവം വച്ചിരിക്കുന്ന ഒരു അതിര്, മരണവേലി. He cannot cross. A man cannot cross the death boundary. ഓരോ മനുഷ്യന്റെ മുമ്പിലും അവന് മരണം മണക്കുന്ന ഒരു വേലി, ഒരു അതിര് ദൈവം വച്ചിരിക്കുന്ന. അതാണ് ഒരു മനുഷ്യന്റെ ആയുസ് കാലത്തെക്കുറിച്ച് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന. അവൻ്റെ ആയുസ് ഒരു നിഴൽ പോലെ. ആമേൻ. യാക്കോബ് ലേഖകൻ എഴുതുന്ന, ഒരു മനുഷ്യന്റെ ആയുസ് ഒരു വായു പോലെ, ഒരു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ, ഒരു മനുഷ്യന്റെ ആയുസ് പുല്ലിൽ പൂത്തു നിൽക്കുന്ന ഒരു പൂ പോലെ, ഒരു നിരന്തരവുമില്ല. ഈ പറഞ്ഞ വചനങ്ങൾ ഒക്കെയും സങ്കീർത്തനം 39:6 യാക്കോബ് ലേഖനം 4-ാം അധ്യായം 14-ാം വചനത്തിൽ, 1 പത്രോസ് 1-ാം അധ്യായം 24-ാം വചനത്തിൽ, യാക്കോബ് ലേഖനം 1-ാം അധ്യായം 10-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സാധാരണമായി ഒരു മനുഷ്യനോട് ചേർന്ന് നടക്കുന്നത് ആ മനുഷ്യന്റെ നിഴൽ എന്ന് തത്വം സംസാരിക്കുന്ന ആളുകളുണ്ട്. നിഴലല്ല. നിഴൽ പോലും വെളിച്ചം കാണുന്നത് വരെ മാത്രം. വെളിച്ചം കണ്ടാൽ നിഴലെ കാണാൻ കഴിയുകയില്ല. പക്ഷേ എന്ത് വന്നാലും ഓരോ മനുഷ്യനെയും ചേർന്ന് നടക്കുന്ന ഒരു ഘടകം അവന്റെ മരണം. യു cannot separate. അതാണ് എബ്രായ ലേഖന കർത്താവ് എഴുതുന്ന, ഒരിക്കൽ മരണം. ഇറ്റ് ഈസ് ബൗണ്ട്. അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ മരണം. നിഴൽ മാറും. വെളിച്ചം വരുമ്പോൾ നിഴൽ മാറും. പക്ഷെ ഒരു മനുഷ്യന്റെ മരണം അവനെ വിട്ട് മാറുകയില്ല, കൊണ്ടുപോകുന്നത് വരെ. ഇറ്റ് ഈസ് സ്ട്രോങ്. അയ്യോ പാസ്റ്റർ, ഒരു മുന്നറിയിപ്പില്ലാതെ ഭർത്താവ് മരിച്ചല്ലോ, ഒരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ മക്കൾ മരിച്ചല്ലോ. നോ, ആർക്കും ഒരു മുന്നറിയിപ്പും തരാതെ ആരും ദൈവം കൊണ്ടുപോകത്തില്ല. ഒരു മുടി നരച്ചോ, അതാണ് മുന്നറിയിപ്പ്. ആമേൻ. ഒരു മുടി നരച്ചോ, അതാണ് നിന്റെ മരണത്തിന്റെ മുന്നറിയിപ്പ്. കാൽ മുട്ടു വേദനയോ, അതാണ് മരണത്തിന്റെ മുന്നറിയിപ്പ്. നടക്കുമ്പോൾ ഹൃദയം കഥയ്ക്കുന്നുവോ, അതാണ് മുന്നറിയിപ്പ്. ആർക്കും ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ മരണം വരികയേയില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾ. ഒന്ന്, ദുഷ്ടന്റെ മരണം. ദൈവം ദുഃഖിക്കുന്ന നാളാണ് ദുഷ്ടന്റെ മരണം. 2, നീതിമാന്റെ അനർത്ഥം. ദൈവത്തിന് സഹിച്ചുകൂടാ. ദുഷ്ടന്റെ മരണം എൻ്റെ ദൈവത്തിന് സഹിച്ചുകൂടാ. ആകയാൽ ഈ 2 കാര്യവും സ്വർഗത്തിലെ ദൈവത്തിന് സഹിച്ചുകൂടായകയാൽ 2 കാര്യങ്ങൾ ഭൂമിയിൽ മായയായി സംഭവിക്കുന്നു. ഒന്ന്, ദുഷ്ടൻ ദീർഘായുസോടിരിക്കുന്നു. ആമേൻ. ദുഷ്ടൻ ദീർഘായുസോടിരിക്കുകയും, നമ്പർ 1, നീതിമാൻ, ചില നീതിമാന്മാർ പെട്ടെന്ന് മരിക്കുകയും ചെയ്യുന്നു. കാരണം നീതിമാന്റെ ജീവിതത്തിൽ അനർത്ഥം വരുന്നത് ദൈവത്തിന് കണ്ടുകൂടാ, ദൈവത്തിന് സഹിക്കാൻ കഴിയുകയില്ല.
ദുഷ്ടൻ മരിച്ചു വീഴുന്നത് ദൈവത്തിന് സഹിക്കാൻ കഴിയുകയില്ല. ഐസയ്യാ പ്രവാചകൻ എഴുതുന്ന 57-ാം അധ്യായം 1-ാം വചനത്തിൽ ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ അവൻ കഴിഞ്ഞു പോകുന്നു. നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഐസയ്യാ 46-10-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവസാനം എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മുമ്പേ അറിയാം. ആമേൻ. God declares the end from the beginning. അവസാനം എന്ത് സംഭവിക്കും? നീതിമാന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരുമോ അത് കാണുന്ന ദൈവം അനർത്ഥം വരും മുമ്പ് നീതിമാനെ തങ്ങൾ അവൻ വേർതിരിക്കുന്നു. അതാണ് ഐസയ്യാ പ്രവാചകൻ എഴുതുന്ന 57:1 നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞുപോകുന്നു. അതുകൊണ്ടാണ് ചില നീതിമാന്മാർ പെട്ടെന്ന് മരിക്കുന്നത്. നമ്പർ 1. രണ്ടാമത്, ദുഷ്ടന്റെ മരണത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ദൈവം. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായം 23-ാം വചനത്തിൽ, എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം 11-ാം വചനത്തിൽ, ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ ദൈവം അരുളി ചെയ്യുന്നു എനിക്ക് ഇഷ്ടമുള്ളത്. ഇന്ന് അവൻ സുവിശേഷം കേൾക്കും, ഇന്ന് അവൻ രക്ഷപ്പെടും, ഇന്ന് പോയി. നാളെ അവൻ സുവിശേഷം കേൾക്കും, നാളെ രക്ഷപ്പെടും എന്ന് ചില ദുഷ്ടന്മാർക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ, ദൈവം അറിയാതെയല്ല, ദീർഘായുസ് നൽകുന്നത്. ആമേൻ. ഏത് എങ്ങനെയായാലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിന്റെ അവസാന ശ്വാസം നിന്റെ ശരീരം വിട്ടു പോകുമ്പോൾ നീ കർത്താവിൽ തന്നെ ആയിരിക്കണം. ആമേൻ. സുവിശേഷം കേട്ടിട്ട് നാളേക്കാകാം എന്ന് ഒരു നാളും മാറ്റിവെക്കരുത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പൗലോസ് എഴുതുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വചനത്തിൽ, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ, അതാണ് മരണം. എൻ്റെ ശരീരം വിട്ട് എൻ്റെ പ്രാണൻ വിട്ട് പിരിഞ്ഞ് അടുത്ത നാളികയിൽ ക്രിസ്തുവിനോട് കൂടെ, അതാണ് മരണം. ആ മരണത്തിൽ പ്രത്യാശമുണ്ട്. 1 ദശലോക്യ 4-ാം അധ്യായം 16-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ഉയർക്കും. ദാറ്റ് ഈസ് അവർ ഹോപ്പ്. ക്രിസ്തുവിൽ നീ ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ മരിക്കണം. ക്രിസ്തുവിൽ നീ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജീവിക്കണം. ക്രിസ്തുവിൽ നീ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നീ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുന്നു. അതാണ് പ്രത്യാശ. ചുരുങ്ങിയ നാളിൽ മരിക്കുന്നുവോ ദീർഘായുസിൽ മരിക്കുന്നുവോ അതല്ല, മരിക്കുന്ന നാളിൽ നീ കർത്താവിൻ്റെ കരത്തിലായിരിക്കണം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 12-ാം വചനം വരെ ക്രിസ്തുവിലുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവരെ കുറിച്ചുള്ള ഒരു അസാധാരണ സ്വഭാവം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവർ എല്ലാവരും എബ്രായർ 11:13 ഇവർ, ഈ വിശ്വാസ വീരന്മാർ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ.
അതാണ് അനുഗ്രഹം. 110 വയസ്സിൽ മരിച്ച ഭക്തൻ ജോഷുവയെ കുറിച്ച് ജോഷുവ 24-29 വചനത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. നൂന്റെ മകനായ ജോഷുവ 110 വയസ്സിൽ ദൈവഭക്തനായി മരിച്ചു. ആമേൻ, ഹല്ലേലൂയ. നൂന്റെ മകനായ ജോഷുവ 110 വയസ്സിൽ മരിക്കുമ്പോൾ ദൈവഭക്തനായി മരിച്ചു. അവരെക്കുറിച്ചാണ് ബൈബിൾ നമുക്ക് വാഗ്ദത്തം നൽകുന്നത്. ഐശ 46:4 നീ നരച്ചാലും ദൈവം നിന്നെ ചുമക്കും. ആമേൻ, ഹല്ലേലൂയ. അതാണ് വാർദ്ധക്യത്തിൽ ക്ഷീണമാണോ, നീ നരച്ചാലും നിന്നെ ചുമക്കുന്ന ഒരു ദൈവം. വിട്ടു പിരിഞ്ഞ് എവിടെ പോയോ, നീ ക്രിസ്തുവിൽ ജീവിച്ചാൽ ക്രിസ്തുവിൻ്റെ പൊന്മുഖം ആ സെക്കൻഡിൽ നീ ദർശിക്കും. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഒന്ന് എഴുന്നേൽക്കാമോ? എഴുന്നേറ്റ് നിന്ന് കൈകളെ തട്ടി പാടാമോ? ഇന്നലെ പൂവിൽ പാർത്തിരുന്നവ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ പൂവിൽ പാർത്തിടുന്നവ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. ഇന്നലെ ഭൂമിൽ പാർത്തിരുന്നവ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂമിൽ പാർത്തിരുന്നവ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ കൈകൾ ഉയർത്തണം, കൈകളെ തട്ടണം, ആത്മാവിൽ നിറയണം, അഗ്നിയിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ നിറയണം. ആമേൻ. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവോട് കൂടെ 110 വയസ്സുള്ള നൂന്റെ മകനായ ജോഷുവ മരിക്കുമ്പോൾ യഹോവയുടെ ദാസനായി മരിച്ചു. ഇവർ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ഇന്ന് പോകുന്നുവോ നാളെ പോകുന്നുവോ അതിലല്ല പ്രധാനം. അവിടെ ഒരു സീറ്റ് ഉറപ്പാക്കിക്കൊള്ളുക, ഉറപ്പാക്കിക്കൊള്ളുക. യേശുവിൽ കൂടിയല്ലാതെ ഒരു രക്ഷ നിനക്ക് ഇല്ല, ഒരു രക്ഷയില്ല. യേശുവിൽ കൂടി അല്ലാതെ ഒരു നിത്യജീവനില്ല, ഒരു നിത്യജീവനില്ല. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അനേക ആളുകളുടെ ഉള്ളിന് കാർന്ന് തിന്നുന്ന പഴയ സർപ്പമെന്നുള്ള പാമ്പ് ഇപ്പോൾ പുറത്താകുന്നു. യേശുവിൻ നാമത്തിൽ you are cleansed, you are cleansed, you are cleansed. അനേക ആളുകളുടെ ആയുസ്സിന്
പ്രാണന് അവകാശം കൊണ്ടാടുന്ന പഴയ സർപ്പം യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ഒരു ശുദ്ധീകരണം, ഒരു ശുദ്ധീകരണം, യേശുവിൻ നാമത്തിൽ ശുദ്ധീകരണം, യേശുവിൻ നാമത്തിൽ ശുദ്ധീകരണം. നരയ്ക്കുവോളം ചുമക്കുന്ന ദൈവമേ, നരയ്ക്കുവോളം നരച്ചാലും ചുമക്കുന്ന ദൈവമേ, ക്ഷീണിതന് ശക്തി നൽകുന്നവൻ, ബലഹീനന് ബലം നൽകുന്നവൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലം നിങ്ങളുടെ ഉള്ളിൽ 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 ടീ 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 ടീ. മരണത്തെക്കുറിച്ചുള്ള ഉൾഭയം മാറുന്നു. ആത്മഹത്യ ചിന്തയെന്നുള്ള ബന്ധന കയറുകൾ പൊട്ടുന്നു. ഓ ആത്മാവിൽ നിറയുക. കാഴ്ചക്കാരായി നിൽക്കരുത്, കാഴ്ചക്കാരായി നിൽക്കരുത്. അഗ്നിയിൽ നിറയുക, ആത്മാവിൽ നിറയുക. നിങ്ങളുടെ ഉള്ളിൽ അവൻ 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 വക്കോളമല്ല, കവിഞ്ഞ് നിറഞ്ഞ് ഒഴുകുവോളം പരിശുദ്ധാത്മാവിൽ നിറയുക. നിങ്ങളുടെ ഉള്ളിൽ അവൻ, നിങ്ങളുടെ ഉള്ളിൽ അവൻ, നിങ്ങളുടെ ഉള്ളിൽ അവൻ. തീ വ്യാപരിക്കുന്നു, തീയിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക. ഹല്ലേലൂയ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. ഓ നിറച്ചതിനായി നന്ദി, നിറച്ചതിനായി നന്ദി. സർജറിക്ക് വേണ്ടി വിധി എഴുതപ്പെട്ട് വലതുഭാഗത്തിലെ 2 പുരുഷന്മാർ സർജറി കൂടാതെ കർത്താവ് ഇപ്പോൾ സഭയ്ക്ക് നൽകുന്നു. ആമേൻ, ആമേൻ. മുളകൾ മാറുന്നു, കട്ടികൾ മാറുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. മക്കളില്ലാതെ വൈദ്യശാസ്ത്രം പോലും പ്രത്യാശ നഷ്ടപ്പെട്ട് എത്തിയിരിക്കുന്ന സഹോദരിമാർ, കുടുംബങ്ങളില് സ്വർഗത്തിലെ ദൈവത്തിന്റെ കാരുണ്യം ഇപ്പോൾ വ്യാപരിക്കുന്നു. വയറിൽ കൈവച്ച് നിലവിളിക്കുക. നിന്റെ നിലവിളി ഒരു നാളും മറുതലിക്കാത്ത ദൈവം നിന്റെ മുമ്പിൽ ഉണ്ട്. ആമേൻ, ആമേൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ വീട്ടിലുള്ളവർ, നിങ്ങൾക്കറിയാവുന്നവർ ആർക്കെങ്കിലും മക്കളില്ലാതെ നിലവിളിക്കുന്നുവോ അവർക്ക് വേണ്ടി കരയുക. കർത്താവിന്റെ ജീവന്റെ കരം ജാതി മതം നോക്കാതെ രക്ഷയിലേക്ക് ആകർഷിക്കുമെന്നുള്ള വാഗ്ദത്തത്തോട് ആ വ്യക്തികളുടെ വയറിനെ കർത്താവ് തൊടുന്നു. ലഞ്ജന വാ തുറക്കണം. ഉമ്മന്ന് വാടച്ച് നിൽക്കരുത്. നിലവിളിക്കണം, കരയണം. ദൈവസന്നിധിയിൽ നിലവിളിക്കണം, കരയണം. ആമേ. തടസ്ഥ മതിലുകൾ തകർന്നു വീഴുന്നേ. ആമേ. നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്ഥാപനത്തിൽ, നിങ്ങളിൽ ഒരു നന്മ നടക്കാതിരുപ്പാൻ വേലിക്കെട്ടി വച്ചിരിക്കുന്ന മാന്ത്രിക കരം, പാമ്പിന്റെ പ്രവർത്തനം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മുറിച്ച് ജയമെടുക്കുന്നു, തകർത്ത് ജയമെടുക്കുന്നു. അഗ്നി ഊറ്റപ്പെടുന്നു, അഗ്നി ഊറ്റപ്പെടുന്നു, അഗ്നി ഊറ്റപ്പെടുന്നു, അഗ്നി ഊറ്റപ്പെടുന്നു. അഭിഷേക തീ ഊറ്റപ്പെടുന്നു, അഗ്നി ഊറ്റപ്പെടുന്നു.
നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാം യേശു കാരുണ്യോ നന്ദിയാ ഉള്ളം തുടിച്ചിടുന്നു തള്ളയാം യേശു കാരുണ്യം ഓരോന്നോരോന്ന ധ്യാനിപ്പാനിത് നല്ല സന്ദർഭം ആകുന്നു ഓരോന്നോരോന്ന ധ്യാനിപ്പാനിത് നല്ല സന്ദർഭം ആകുന്നു ഓരോന്നോരോന്ന ധ്യാനിപ്പാനിട് നല്ല സന്ദർഭം ആകുന്നു ഓരോന്നോരോന്ന ധ്യാനിപ്പാനിട് നല്ല സന്ദർഭം ആകുന്നു. ഇരിക്കാം. അവസാനം 2 കൊരിന്ത്യർ 12:9-10 വചനങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പൗലപ്പോസ്തലൻ എഴുതുന്നു, ഞാൻ നെഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം. ഞാൻ ബലഹീനൻ. ദൈവം അവനോട് അവൻ 3 വട്ടം പ്രാർത്ഥിച്ചു. പൗലപ്പോസ്തലൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അതിന് മറുപടിയായി എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ആമേൻ. ക്രിസ്തുവിൻ്റെ ശക്തി പൗലപ്പോസ്തലൻ എഴുതുന്നു, എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോട് പ്രശംസിക്കുന്ന എൻ്റെ ബലഹീനത. ആമേൻ. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വീഴേണ്ടതിന്, നമ്മിൽ നിറയേണ്ടതിന് തമ്പുരാൻ അനുവദിച്ചിരിക്കുന്ന ബലഹീനത. നമ്പർ 1, ആത്മീയ നിഗളം നമ്മിൽ പൊങ്ങാതിരുപ്പാൻ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ബലഹീനത. 2, ദൈവം നിന്റെ ബലഹീനതയിൽ മനുഷ്യനെ പോലെ അകന്ന് മാറുന്നവനല്ല, തുണ നിൽക്കുന്നവൻ എന്ന് നീ മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ബലഹീനത. റോമർ 8:25 ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവം. സങ്കീർത്തനം 46:1 കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്ന ദൈവം. സങ്കീർത്തനം 72:12 സഹായം ആരുമില്ലാത്ത ആളുകൾക്ക് തുണ നിൽക്കുന്ന ദൈവം. ആമേൻ. സങ്കീർത്തനം 68:6 ഏകാകിക്ക് തുണ നിൽക്കുന്ന ദൈവം. 1 ദിനവൃത്താന്തം 4:10 ഐശ്യ 49:5-6 അമ്മ പോലും നിന്നെ തള്ളിക്കളഞ്ഞാൽ നിന്നെ തള്ളിക്കളയാത്ത നല്ല ദൈവം പോരാ. സങ്കീർത്തനം 10:14 അനാഥന് എന്നും തുണ നിൽക്കുന്ന ദൈവം. സങ്കീർത്തനം 146:5 ദൈവം മാത്രം എൻ്റെ പ്രത്യാശ. ഇന്ന് ദൈവത്തിൽ മാത്രം പ്രത്യാശ വച്ച് ജീവിക്കുന്ന ഭക്തന് എന്നും തുണ നിൽക്കുന്ന ദൈവം. ആമേൻ. അവസാനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:27 ഫിലിപ്പിയർ 2:30 പൗലപ്പോസ്തലൻ ഒരു ഭക്തനെക്കുറിച്ച് എഴുതുന്ന എപാഫ്രോദിത്തോസ് മരണത്തോളം അടുത്തവൻ.
ഒരു ഭക്തന്റെ ജീവിതത്തിൽ രണ്ട് സൈഡുകൾ ഉണ്ട്. ഒന്ന് കാണാൻ ഇൻപകരം, കേൾക്കാൻ ഇൻപകരം. മറുഭാഗത്തിൽ കയ്പ്, കണ്ണുനീർ, നിലവിളി. പത്രോസിൻ്റെ ജീവിതത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തലർ 5:15 പത്രോസിൻ്റെ നിഴലിൽ സൗഖ്യം പ്രാപിച്ച ആളുകൾ ഒരു കൂട്ടം. പക്ഷെ പത്രോസിനെ ക്രൂസിൽ തലകീഴായി തറച്ച് കൊല്ലപ്പെടേണ്ട അവസ്ഥ ഉണ്ടായി. ആമേൻ. കേൾപ്പാൻ ഇൻപം, പക്ഷെ അത് രുചിപ്പാൻ കയ്പാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. പൗലോസിൻ്റെ അവസ്ഥ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, ജീവിച്ചിരിക്കുമ്പോൾ മൂന്നാം സ്വർഗത്തിൽ പോയി വന്നാൽ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. മുഷിഞ്ഞു നോക്കിയപ്പോൾ ഭൂതം പുറത്തായി. അത്ര പവർ. പൗലോസിന്റെ ശുശ്രൂഷയിൽ ദൈവം അസാധാരണ അത്ഭുതം ചെയ്ത് അത്ര ശക്തൻ. ഉപയോഗിച്ച കർച്ചീപ്പ് അനേകർക്ക് മോചനം നൽകിയതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അതേ പൗലോസ് ജെറുസലേം ദേവാലയത്തിൽ ക്രിസ്തുവിനെ ഉയർത്തി പ്രസംഗിച്ചപ്പോൾ പിടിച്ച് താഴെയിട്ട് തറയിലിട്ടിളുത്ത് മുൻവാതിൽ തുറന്ന് പുറത്താക്കി അടിച്ച് മരിച്ച് എന്ന് ഇട്ടിട്ട് പോയി. എല്ലാ അവസ്ഥയിലും രണ്ട് അനുഭവങ്ങളുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലോ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറുന്ന ലാസറുടെ കല്ലറയുടെ കരയിൽ നിന്ന് യേശു നിലവിളിക്കുന്ന യോഹന്നാൻ 11:43 ലാസറേ പുറത്തേക്ക് വാ. മരിച്ചവൻ പുറത്തു വന്ന്. മറുഭാഗത്തിൽ അടുത്ത അധ്യായം 12-ാം അധ്യായം 10-ാം വചനത്തിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, ലാസറുവിനെയും കൊല്ലുവാൻ അവർ ആലോചിച്ചു. അതിൻ്റെ അർത്ഥം യേശുവിനെയും ലാസറിനെയും കൊല്ലുവാൻ അവിടെ പദ്ധതി ഒരുങ്ങി. ഇവിടെ എപ്പാഫ്രോദിത്തോസ് കർത്താവിന് വേണ്ടി മിന്നുന്ന ഭക്തൻ. പക്ഷേ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ മരണത്തോളമായി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 27-ാം വചനത്തിൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 30-ാം വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ വേല നിമിത്തം എപ്പാഫ്രോദിത്തോസ് മരണത്തോളമായി. കർത്താവിൻ്റെ വേല നിമിത്തം അവൻ ബലഹീനൻ. മോശയെ ദൈവം തൻ്റെ വേലയ്ക്ക് വിളിച്ചപ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, പുറപ്പാട് പുസ്തകം 4:10 മോശെ ഒളിവ് കഴിവ് പറയുന്നു, ഞാൻ വിക്കൻ, ഞാൻ ബലവാനല്ല, ഞാൻ ബലഹീനൻ, ഞാൻ മന്ദനാവ് ഉള്ളവൻ, തടിച്ച നാവ് ഉള്ളവൻ. കൈൻഡ്ലി ഫൈൻഡ് ഔട്ട് someone better than me. എന്നെക്കാൾ ശേഷിയുള്ള ആരെങ്കിലും കർത്താവ് വിളിക്കണമേ. ശരിക്കും ഇവൻ അത്ര ബലഹീനനൊന്നുമല്ല. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇവിടെ വിളിക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറല്ല, ദൈവമാണ്. ഇവനെപ്പോയി കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മുമ്പിൽ. 2. മൂന്നാമത് സ്വാഭാവികമായി സംഖ്യ 12:3 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, മോശെ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും ഏറ്റവും സൗമ്യൻ. 4. ഇവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് 6 ലക്ഷം പുരുഷന്മാരുടെ ഭാരം ഇവൻ്റെ ഒറ്റ മനുഷ്യൻ്റെ തോളിൽ മേൽ.
ഇന്നാളും നാം കണക്കെടുക്കുമ്പോൾ ആ പശ്ചാത്തലത്തിൽ മോശെ പറയുന്നു, ഞാൻ ബലഹീനൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വചനത്തിൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13-ാം വചനത്തിൽ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വചനത്തിൽ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വചനത്തിൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വചനത്തിൽ 3 കാരണം ദൈവസന്നിധിയിൽ മോശെ നിരത്തുന്നു. ഞാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് മിസ്രൈം ജനത്തിൻ്റെ മുമ്പിൽ, ഫറവോന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവർ ചോദിക്കും, നിന്റെ ദൈവം ആർ? അതിൻ്റെ അർത്ഥം അവർ നിന്നെ വിശ്വസിക്കുകയില്ല. നമ്പർ 1. രണ്ടാമത്, ഞാൻ അങ്ങയുടെ വിളിയുമായി പോയി നിൽക്കുമ്പോൾ എന്നോടവർ ചോദിക്കും, നീ ആർ? അതിൻ്റെ അർത്ഥം അവർ നിന്നെ മാത്രമല്ല എന്നെയും വിശ്വസിക്കുകയില്ല. മൂന്നാമത് അവൻ പറയുന്നു, ഞാൻ വാക്ക് സാമർഥ്യമില്ലാത്തവൻ. അതിൻ്റെ അർത്ഥം എനിക്ക് തന്നെ എന്നിൽ വിശ്വാസമില്ല. അപ്പോഴാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നോട് കൂടെ പോരും. അപ്പോൾ അവൻ സമ്മതിക്കുന്നു. ഈ മോശയെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 22-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മോശെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥൻ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആമേൻ. മോശെ ഒരു വിക്കനല്ല, മോശെ ഒന്നും അറിയാത്തവനല്ല. 40 ആണ്ടുകാലം ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനായുള്ള എല്ലാ ട്രെയിനിങ്ങും പ്രാപിച്ചെടുത്തവൻ. ഈ ഭൂമിയിലുള്ള സകല ദേവന്മാരുടെ ചരിത്രമും മോശയുടെ കൈക്കകത്ത്. ആമേൻ, ആമേൻ. എല്ലാ പേയുടെയും സാത്താന്റെയും ദേവന്മാരുടെ ചരിത്രം മോശയുടെ കൈക്കകത്ത്. പക്ഷെ മറുഭാഗത്തിൽ ഇവൻ ദൈവത്തിൻ്റെ കൈക്കകത്ത്. ആമേൻ. ഇവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥൻ. പുറപ്പാട് 5:1, പുറപ്പാട് 9:1 ഫറവോന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന മോശെ ഉച്ചരിക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് കേട്ടുകൊള്ളുക. ഫറവോ, ലെറ്റ് മൈ പീപ്പിൾ ഗോ. ഫറവോ, ലെറ്റ് മൈ പീപ്പിൾ ഗോ. എന്റെ ജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ നീ വിട്ടയക്ക. ആമേൻ. വിക്കനാണോ? വിക്കനാണോ മോശെ? ഒരു വാഗ്മി, ഒരു ഓറേറ്റർ, ഒരു ബലവാൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനത്തെ വിട്ടയക്കുക. അങ്ങനെ തുടർപടിയായി അവൻ ഫറവോന്റെ മുമ്പിൽ ചെന്ന് ആർഗ്യൂ ചെയ്ത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ വേലക്കാരന് ഫറവോനും ജനമും 8 പ്രാവശ്യം കൊട്ടാരത്തിൽ നിന്ന് മോശയെ വിരട്ടി ഓടിച്ചു. പുറപ്പാട് 10:11, പുറപ്പാട് 5:1, പുറപ്പാട് 7:16, പുറപ്പാട് 8:16, 8:17 വചനങ്ങളിൽ, പുറപ്പാട് 9:1, പുറപ്പാട് 9:13 8 പ്രാവശ്യം കർത്താവിൻ്റെ പ്രവാചകനെ വിരട്ടി ഓടിച്ചു. ഫറവോൻ പറയും, ലെറ്റ് ദൈ പീപ്പിൾ ഗോ. നമ്പർ 1, പുരുഷന്മാർ മാത്രം പോയിക്കൊള്ളട്ടെ, സ്ത്രീകൾ പോകരുത്.
കൊച്ചുകുട്ടികൾ പോകരുത്. പക്ഷെ മോശെ സമ്പാദിക്കുന്നു, അല്ല അല്ല, എൻ്റെ ജനം പൂർണ്ണമായി ദൈവത്തെ ആരാധിപ്പാൻ പോയിക്കൊള്ളട്ടെ. ലെറ്റ് മെൻ അലോൺ ഗോ. മനുഷ്യർ പുരുഷന്മാർ മാത്രം പോയിക്കൊള്ളട്ടെ, സ്ത്രീകൾ പോകരുത്. അല്ല അല്ല, എൻ്റെ ജനം പൂർണ്ണമായി ദൈവത്തെ ആരാധിപ്പാൻ പോയിക്കൊള്ളട്ടെ. പറവൻ വീണ്ടും പറയും, അവർ അധിക ദൂരം പോകരുത്. അല്ല അല്ല, എൻ്റെ ജനം അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കനാൻ ദേശത്തിലേക്ക് പൂർണ്ണമായി അവർ പോയിക്കൊള്ളട്ടെ. പുറപ്പാട് 12:41 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹാശക്തി നിമിത്തം 430 ആണ്ടുകൾ കഴിഞ്ഞ് അതേ നാൾ ഒരു സെക്കൻഡ് പോലും അങ്ങുമിങ്ങുമാകാതെ ദൈവം തൻ്റെ ബലത്താൽ തൻ്റെ ജനത്തെ മോചിച്ചു കനാൻ ദേശത്തിൽ കൊണ്ടുപോയി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്ഷീണിതന് ശക്തി നൽകുന്നവൻ, ബലഹീനന് ബലം നൽകുന്നവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് ദാസരൂപമെടുത്ത്. തമിഴിൽ ആ വാക്ക് അടിമ, slave. Jesus Christ came into this world in the form of a slave. അവന് ദാസന്മാർ ഉണ്ടായിരുന്നില്ല, യേശുവിന് ദാസന്മാർ ഉണ്ടായിരുന്നില്ല. അവൻ എല്ലാവർക്കും ദാസനായി ജീവിച്ചു. പക്ഷെ ആളുകൾ യേശുവിനെ വിളിച്ചതോ ഇവൻ ഞങ്ങളുടെ യജമാനൻ. ആമേൻ. ഇവനൊരു അടിമയായി ഭൂമിയിൽ വന്ന് ഭൂമിയിലുള്ള ആളുകൾ വിളിച്ചതോ ഇവൻ ഞങ്ങളുടെ യജമാനൻ. കർത്താവിൻ്റെ കയ്യിൽ ഒരു ഡിഗ്രിയുമില്ല, ഒരു പള്ളിക്കൂടത്തും അവൻ ചവിട്ടിയിട്ടില്ല. പക്ഷെ ജനസമൂഹം യേശുവിനെ വിളിച്ചതോ ഇവൻ ഞങ്ങളുടെ ടീച്ചർ, ഗുരു, ഇവൻ ഞങ്ങളുടെ ഗുരു. അതാണ് പൗലോസ് എഴുതും, ക്രിസ്തു ഒരു മർമ്മം. ഇവൻ്റെ കയ്യിൽ ഒരു വൈദ്യശാസ്ത്ര ഡിഗ്രിയുമില്ല. പക്ഷെ ഇവന് ജനം പുകഴ്ത്തിയത് ഇവൻ ഞങ്ങളുടെ സൗഖ്യ നായകൻ, ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയവൻ. ഇവൻ്റെ കയ്യിൽ ഒരു പട്ടാളവുമില്ല. പക്ഷെ ജനം കർത്താവിനെ വിളിച്ചത് രാജ എന്നല്ല, രാജാതിരാജ. ഇവൻ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നും അവൻ ജയാളിയായി നിൽക്കുന്നു. ഇവന് മരിച്ച ശരീരത്തെ കൊണ്ടുവച്ച അരിമത്തിയുടെ ജോസഫിൻ്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട്. എങ്കിലും ഇവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. ക്ഷീണിതന് ശക്തി നൽകുന്നവൻ, ബലഹീനന് ബലം നൽകുന്നവൻ. നമുക്ക് എഴുന്നേൽക്കാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുക. ഇത് ഒന്നും ആരെയും സഹായിക്കുകയില്ല. വാ തുറന്ന് നമുക്ക് നിലവിളിക്കാം. എല്ലാ ആളുകളും കേട്ട വചനം അയൽക്കാരന് ഉള്ളതല്ല, കേട്ട വചനം നിങ്ങൾക്കുള്ളതാണ്, ഓരോ ആളുകൾക്കും ഉള്ളതാണ്. വാ തുറക്കാം. യേശുവിന് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. നിലവിളിക്കുക, നിലവിളിക്കുക, നിലവിളിക്കുക. യേശുവേ, യേശുവേ. ശക്തിയോട്, ശക്തിയോട്, ശക്തിയോട് വാ തുറക്കണം, വാ തുറക്കണം.
കരയണം, കരയണം, നിലവിളിക്കണം, നിലവിളിക്കണം. കെട്ടുകൾ പൊട്ടുന്ന ദിവസമാണ്. യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ. തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കാഴ്ചക്കാരായി നിൽക്കരുതേ, ആരും ആരും കാഴ്ചക്കാരായി നിൽക്കരുതേ. ആരാധിപ്പീൻ, ആരാധിപ്പീൻ. വാ തുറന്ന്, വാ തുറന്ന്. ആമേൻ, 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 ആമേൻ. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. ആമേൻ. നന്ദി, നന്ദി, നന്ദി. കുടുംബ സമാധാനം ഇല്ലാതെ എന്നും കലഹം, കുടുംബങ്ങളിൽ എന്നും കലഹം. ഓ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദിവ്യ തേജസ് സമാധാനമായി ഭവനങ്ങളിൽ വ്യാപരിക്കുന്നു, ഭവനങ്ങളിൽ വ്യാപരിക്കുന്നു. ആമേ. ചില ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അപ്പാ യേശുവേ, ജോലി ചെയ്ത് ജീവിപ്പാനുള്ള ആരോഗ്യം എനിക്ക് തരണമേ, ആരോഗ്യം എനിക്ക് തരണമേ. കർത്താവിൻ്റെ കരം അങ്ങനെയുള്ള വ്യക്തികളെ തൊടുന്നതാ, തൊടുന്നതാ. ജോലി സ്ഥലത്തിൽ കാരണമില്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന 12 വ്യക്തികളുടെ ജോലി സ്ഥലത്തിൽ കർത്താവിൻ്റെ കാരുണ്യവും ബലവും ഇടാ, ഇറങ്ങുന്നിടാ, ഇറങ്ങുന്നിടാ, ഇറങ്ങുന്നിടാ. ചില സ്ഥാപനം നടത്തുന്ന ആളുകളുടെ സ്ഥാപനം നാൾക്ക് നാൾ കീഴോട്ട് പോകുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് കരയുക. കർത്താവിൻ്റെ ബലം, കർത്താവിൻ്റെ കൃപ ആ സ്ഥാപനങ്ങൾ ഇറങ്ങുന്നിട, ഇറങ്ങുന്നിട. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു. യേശുവേ, യേശുവേ. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ എന്നും പൊരുതുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ പൊരുതുന്ന വ്യക്തി ജീവിതങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബലം, 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 ബലം. ആമേ. ചില വ്യക്തികൾ നിമിത്തം കളിപ്പിക്കപ്പെട്ട്, കബളിപ്പിക്കപ്പെട്ട്, പണം നഷ്ടം മുഖാന്തരം ഒടുങ്ങിപ്പോയി എതിർക്കുന്ന വ്യക്തി ജീവിതങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ ഇടപെടുന്നു, ഇടപെടുന്നതാ, ഇടപെടുന്നതാ. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു, സൗഖ്യം നൽകുന്ന ദിവ്യ ശക്തി വ്യാപരിക്കുന്നു. ഓരോ വ്യക്തികളിലും, ഓരോ വ്യക്തികളിലും, ഓരോ വ്യക്തികളിലും. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേ. ഈ ഭൂമിയിലുള്ള പോര് മുഖാന്തരം ഒരാൾ പോലും, ഒരു പ്രാണൻ പോലും, ഒരു ആത്മാവ് പോലും നഷ്ടമാകരുത്, നിത്യതയിൽ നിന്ന് നഷ്ടമാകരുത്. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. ടീ 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 ടീ. അഗ്നി, 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 അഗ്നി. അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. നന്ദി, 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 നന്ദി. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം
അടിനാരംഭം ക്ഷാമം ഭൂകമ്പം അടിനാരംഭം വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ തീ അഗ്നി അഗ്നി വാഴും ഞാൻ രക്ഷിതാവിൻ പവർ പവർ ബലം ദൈവബലം 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 ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി ഓരോ ആളുകളിലും ഓരോ ആളുകളിലും നിറച്ചതിനായി നന്ദി. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.